എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനുരാഗാനം പോലെ എന്ന ഗാനത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, പല്ലവിയും കഴിഞ്ഞു. ഇനി ഇതിൽ പല്ലവിയിൽ ഇങ്ങനെ താഴെ വളരെ സോഫ്റ്റായിട്ട് എൻ്റെ ഗുരു മഹാനായ ഗുണസിംഗ് സാറ് കുറച്ച് ഫില്ലിങ്സ്, അതായത് ചെറിയ ലിങ്കുകൾ വായിച്ചിട്ടുണ്ട്. ഈ ലിങ്കുകൾ വായിക്കണതിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം പേരിടുന്ന ആളാണ്. പാട്ട് കേട്ടാൽ അതിലിങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് കുറേ ഫില്ലിങ്സ് വരും. അത് ആർക്കും വായിക്കാൻ ആരും ചിന്തിക്കാത്ത വിധത്തിലുള്ള ഫില്ലിങ്സ് വായിച്ചിട്ടുള്ള ആളാണ് മഹാനായ ഗുണസിംഗ് സാറ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മളിവിടെ ഗാനമേളയ്ക്ക് ഞാൻ 13 വയസ്സ് കിട്ടുമ്പോൾ വായിക്കുമ്പോൾ അദ്ദേഹം വായിച്ച ബീറ്റുകളും പഠിച്ച് അന്ധമായ ആരാധന വന്ന് മദ്രാസിൽ പോയപ്പോൾ 20 വയസ്സിൽ അദ്ദേഹത്തിന് ഞാൻ ശിഷ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൽ കുറേ ലിങ്കുകൾ വായിച്ചിട്ടുണ്ട്. അത് ശരിക്കും വോളിയം വളരെ കുറച്ച് സോഫ്റ്റായിട്ട് വായിക്കുക. കരിമുകിൽക്കാട്ടിലെ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും, പിന്നെ ഹൃദയസരസിലെ മഞ്ജുഭാഷിണി, അങ്ങനെ ചന്ദ്രികയിൽ ഇന്നു ചന്ദ്രകാന്തം, ധാരാളം ഗാനങ്ങൾക്ക് അദ്ദേഹം അങ്ങനെ ലിങ്കുകൾ വായിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. മഹാനായ ഗുരുജി ശ്രീ പണ്ഡിറ്റ് ജി ഹരിപ്രസാദ് ചൗരസ്യ ജി വരെ പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് മ്യൂസിക് വായിക്കാൻ ഇന്ത്യയിൽ ഗുണസിംഗ് സാറാണ് ഏറ്റവും നമ്പർ 1 അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഗുണസിംഗ് സാറ്. അദ്ദേഹമാണ് എൻ്റെ ഹിന്ദുസ്ഥാനി ഗുരു. അദ്ദേഹത്തിന് ഞാൻ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം വായിച്ച ലിങ്കുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹം എല്ലാ ഫിംഗറിനും വായിക്കുന്ന ആളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന് 3 വിരൽ ഷഡ്ജമാണ് പൊതുവെ ഹിന്ദുസ്ഥാനി. പക്ഷെ അദ്ദേഹം 2 വിരൽ ഷഡ്ജത്തിൽ ഈ 4 വിരൽ ഷഡ്ജം, 5 വിരൽ ഷഡ്ജം, 6 വിരൽ ഷഡ്ജം, പിന്നെ പകുതി വിരൽ, അതായത് സരിഗമ നമ്മൾ ശുദ്ധമധ്യമം പറയുമല്ലോ 3 ഫിംഗറിൽ, അത് ഷഡ്ജമായിട്ട് വായിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഷഡ്ജാകുമ്പോൾ സരിഗമ പദനി സനിധ പമഗരി ശ്രുതിഭേദമാണ് ചെയ്യുന്നത്. അപ്പം നമ്മളതേപോലെ ശ്രുതിഭേദം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമുക്ക് അദ്ദേഹം വായിച്ച ബിറ്റുകളൊന്നും അതേ ഫ്ലോയിൽ വായിക്കാൻ പറ്റില്ല. ഇനി പഠിച്ചാൽ തന്നെ അതേ ഫ്ലോയിൽ വായിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഹൃദയത്തിൽ നിന്ന് വന്ന ഫീലിംഗ് ആണ്. അത് നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യന് ആ ഫീലിംഗ് ഒരിക്കലും കിട്ടില്ല. നമ്മൾ വായിക്കുമ്പോൾ വേറെ ഫീല് വരും. അപ്പോൾ വായിച്ച് ഒപ്പിക്കാമെന്ന് മാത്രം. എങ്കിലും ഞാൻ അദ്ദേഹം ഇതിൽ ഈ ഫിംഗറിൽ വായിച്ച ലിങ്കുകളാണെല്ലാം. അപ്പോൾ അനുരാഗാനം പോലെ എന്ന് പറയുമ്പോൾ 1 ഗപ മദ പമഗ ഗപ മദ പമഗ. അപ്പോൾ ഇവിടെ ശുദ്ധമധ്യം ഇവിടെ വരും. സരിഗമ പദനി സനിധ പമഗരി സ വരും. സാ മാത്രം ഹാഫ് നോട്ടായിട്ട് വരും, ബാക്കിയെല്ലാം ഫുൾ നോട്ട് വരും. പക്ഷെ ശുദ്ധമധ്യം വരുമ്പോൾ മാ മാ ഇവിടെ ഹാഫ് നോട്ട് വരും. പാ മാ മാ പാ മാ വലിയ മാ മാ ഗ അങ്ങനെ വരും. ഈ ഫ്ലൂട്ടിലാണ് പുള്ളി അദ്ദേഹം വായിച്ചിരിക്കുന്നത്. ഈ ലിങ്കുകളും അടുത്ത ബാക്ക്ഗ്രൗണ്ട് എല്ലാം. അപ്പോൾ അനുരാഗാനം ഗപ മദ പമഗ ഗപ മദ വലിയ പമഗ ഗപ മദ പമഗ. ഇപ്പം ഞാൻ ഷഡ്ജം ഇതായിട്ട് പറയണത് കേട്ടോ, ട്രാൻസ്പോസ് ചെയ്താ പറയണത്. അനുരാഗാനം ഗപ മദ പമഗ. വളരെ സോഫ്റ്റായിട്ട് വായിച്ചിരുന്നു അദ്ദേഹം. അഴകിൻ്റെ അല പോലെ പമരിനി പമരിനി പമാ ചെറിയ മാ ഹാഫ് നോട്ട് രി നീ പമരിനി. അഴകിൻ്റെ അല പോ ആരുനി നിസദ പമ പമഗ ആരുനി നിസദ പമ പമഗ നിസദ പമ പമഗ നിസദ പമ പ Ma pa വലിയ മാ മാ ചെറിയ മാ ഗ
നി നി സദ പ മ പ മ ഗ നി സദ പ മ പ മ ഗ. ഇതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് ഈ അദ്ദേഹം വായിച്ചത് നമുക്കിത് സ്വരങ്ങൾ കിട്ടിയത്. അത്ര സോഫ്റ്റായിട്ട് അദ്ദേഹം വായിക്കണത്. പാട്ടുകാരൻ ഒരിക്കലും ശല്യം ചെയ്യാത്ത വിധത്തിലാണ് ഫീലിംഗ് ചെയ്യുക. ആരു നീ ദേവ ഗാരി സനിതപമാക ഗാരി സനിതപമാക ഗാരി സനിതപമാക ഗാരി സനിതപമാക. അപ്പോൾ അദ്ദേഹം വായിക്കണ ആദ്യം ദേവ ആരു നീ ദേവ ദേവ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഗാരി സന്നിധ മാ ഗ ശുദ്ധ മധ്യമം ചെറിയ ഹാഫ് നോട്ട് ഗ. ഇങ്ങനെയുള്ള ലിങ്കുകൾ വായിച്ചിട്ടുണ്ട്. ഇത് 2 തവണയും വായിച്ചിട്ടുണ്ട്. 2ാമത്തെ തവണ ഈ ഗാരി സന്നിധ മാക ഇല്ല. അപ്പം അനുരാഗാനം ആരു നീ ദേവ ഇങ്ങനെ വായിച്ചിരിക്കുക അദ്ദേഹം വളരെ സോഫ്റ്റായിട്ട്. ഇത് പറയാതിരിക്കാൻ നമുക്ക് മാർഗമില്ല. കാരണം അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ഞാൻ മനസ്സിൽ അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഫ്ലൂട്ടിൻ്റെ ബിറ്റ് വായിച്ചിരിക്കുന്നത് ഇതേ ഫിംഗറിങ് തന്നെയാണ്. ഈ ഹാഫ് നോട്ട് ഷഡ്ജമായിട്ട്. അത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി 3 ഫിംഗർ ഷഡ്ജത്തിൽ വായിക്കാം. വയലിൻസും ചെല്ലോയും കൂടി മപനി സഗ റിഗരി സദാ മപ വല്യമ്മ മപനി സഗ മോളത്തക റിഗരി സദാ മപനി സഗ റിഗരി സദാ. ഇത് വയലിനും ചെല്ല കൂടി ചേർന്നിട്ടാണ്. ഒരു 10 വയലിൻ ഉണ്ടാവും. വെസ്റ്റേൺ വയലിൻ 3 4. അവിടുന്ന് സിത്താറ് ഓവർലാപ്പ് ചെയ്തിരും. പാദാനിസ 1 2 3 പാദാനിസ സിത്താറ്. അതിൻ്റെ ആൻസർ പമരിത പമരിത പമരിത. ഫ്ലൂട്ടും മാൻഡലിനും കൂടി വരും. പമരിത 1 2 3. പാ വായിക്കുമ്പോ പമരിത. പിന്നെ പദനിസ പമരിത രീമ പദ. അത് സിത്താറ്. രീമ പദ രീമ പദ ദാ പറയുമ്പോൾ തന്നിത കൊടുക്കും. രീമ പദനിത രീമ പദ ദാ എന്ന് പറയുള്ളൂ. പക്ഷെ തന്നിത എന്ന് വായിക്കണം. അതിന്റെ ആൻസർ മാരീനി പ മാരീനി പ മപ മഗമ മാ രീനി പ. ഫ്ലൂട്ടും മാൻഡലും മാരീനി പ. ഈ കട്ടിങ് വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഈ നേരത്തെ കാണിച്ച ഈ ഫ്ലൂട്ടിൽ, അതായത് 2 വരല് 7 ബിയുടെ ഫ്ലൂട്ടിൽ ബി 1.5 അര
ഇത് ഹാഫ് പിടിക്കുമ്പോൾ 2 അങ്ങനെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ബിയുടെ ബേസ് ഫ്ലൂട്ടിലാണ് വായിച്ചത്. ഞാൻ നേരത്തെ ലിങ്കുകളെല്ലാം വായിച്ച് കാണിച്ചത് ഈ ഫ്ലൂട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൽ കട്ടിങ് വരില്ല. പമാരിദ മാരിനി പ അങ്ങനെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. മാ പമ കട്ടിങ് വരില്ല. പമ മാരിനി പ. നമുക്ക് നല്ല ഓർമ്മയില്ലെങ്കിൽ നോട്ട് മാറിപ്പോകും. അങ്ങനെ വായിക്കണം. ഈ ഗാനമേളയ്ക്ക് വർഷങ്ങളായിട്ട് വായിച്ച് പരിചയമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പേഴ്സ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാരീനി പാ. പിന്നെ സിത്താറും വയലിനും ചേർന്നിട്ട് പനീരി നെരി മരി മാപനി സാധപ 1 2 3 പനീരി നെരി മരി മാപനി സാധപ ഗമ പഗരി സ പനീരി നെരി മരി മാപനി സാധപ ഗമ പഗരി സ. ഒന്ന് വായിക്കാം. 1 2 3. അത് അതിൻ്റെ ഇടയ്ക്ക് സിത്താറും വയലിനും കൂടി പനീരി നെരി മരി മാപനി സാധപ. അവിടെ നിന്നൊരു ചെല്ലോടി വരും. സാധപ ഗമ പഗരി സ സാധപ ഗമ പഗരി സ. വയലിനും സിത്താറും സാധപ തൊട്ട് ചെല്ലോടി വരും. അപ്പോൾ പനീരി നെരി മരി മാപനി സാധപ ഗമ പഗരി സ. അത് 2 ഫ്ലൂട്ട് വരും. ഗപമ ഗിരിശനി തപമ ഗപമത പമ ഗിരിശനി തപമ ഗപമത പമ ഗിരിശനി തപമ. അത് അദ്ദേഹം വായിച്ചിട്ട് മറ്റേ ഫ്ലൂട്ടില്ല. ഇതിൽ വായിക്കുമ്പോൾ ആ ഭംഗി വരില്ല. മായൊക്കെ ഇവിടെ 7ാമത്തെ വളണ്ട് കിട്ടുള്ളൂ. ഇത് വായിച്ചിരുന്നത് ഈ ഫ്ലൂട്ടിലാണ്. ഗപമത പാമ ഗരിശനി തപമ ഗപമത പാമ ഗരിശനി തപമ ഗപമത പാമ ഗരിശനി തപമ ഗപമത പാമ ഗരിശനി തപമ. ആ ഫ്ലോട്ട് അധികം വരില്ല. ഷഡ്ജം വരുള്ളൂ. ഗപമത പാമ ഗരിശനി തപമ ഗപമത പാമ ഗരിശനി തപമ ഗപമത പാമ ഗരിശനി തപമ ഗരിശനി തപമ ഗരിശനി തപമ ഗപമത പാമ ഗരിശനി തപമ. അവിടെ വലിയ മായാണ്. അപ്പൊ സാ മാത്രമേ ഹാഫ് വരുള്ളൂ. അപ്പൊ ഞാനത് ഫുൾ ബാക്ക്ഗ്രൗണ്ട് 3 ഫിംഗറിൽ നിന്ന് വായിക്കാം. മപനി സഗ രിഗരി സദാ പദനി സ പമരിദ റിമ പദ മാരി നിപ പനീരി നിരി മരി മാപനി സാധ പഗ മപഗരി സ ഗപമഗരി സനി തപമ. പണിയാണത്. നോക്കാം. 3 4. അത് ഈ ഫ്ലൂട്ടിൽ അത് പണിയാണ്. മറ്റേ ഫ്ലൂട്ടിലാണ് വായിക്കേണ്ടത്. ഒന്നിന് വായിക്കാം. 3 4.
ഇതാണ് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇത് തന്നെയാണ് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും. 2 ബീജി ഒരേ ബീജി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് അടുത്ത ചരണത്തിന് വേണ്ടി ഇതേ ബീജി തന്നെ വായിച്ചാൽ മതിയാവും. ഇതെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് വളരെ സ്ലോവിലാണ് പല സ്ഥലങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ ഫ്ലൂട്ട് 7ൻ്റെ ബേസ് ഫ്ലൂട്ടിൽ സാധാരണ ഗാന്ധാരം പിടിച്ച്, അല്ലെങ്കിൽ 6ൻ്റെ 3 വിരൽ 6ൻ്റെ ബേസ് ഫ്ലൂട്ടിൽ ശുദ്ധമധ്യമം പിടിച്ച് ഷഡ്ജം പിടിച്ച് അത് ഷഡ്ജാക്കി വായിച്ചാലാണ് ഈ ഗുണസിസാർ വായിച്ച ഫ്ലോയിൽ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രമിക്കുക. ഞാനും കുറേ ശ്രമിച്ച്, എൻ്റെ 15 വയസ്സിലൊക്കെ ഇത് വേണ്ടി ശ്രമിച്ചാണ് അങ്ങനെ ഒരുമാതിരി വായിക്കാറായത്. അപ്പം നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ എന്തെങ്കിലും മനസ്സിലാത്ത ഭാഗങ്ങളെ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്കത് കറക്റ്റ് തരുന്നതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരെല്ലാം എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിച്ച് തരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അനുപല്ലവി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.